ചക്കക്കുരു കൊണ്ടുള്ള ഫ്രൈ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, എന്നെ പോലെ നല്ല തടിച്ച് ഉരുണ്ടിട്ടുള്ള ചക്കക്കുരു ആണേ. ഇതുപോലത്തെ ചക്കക്കുരു ആണെങ്കിൽ കൂട്ടാനൊക്കെ വെക്കാൻ, നന്നാക്കാൻ എടുക്കാൻ നല്ല സുഖം കേട്ടോ. കണ്ടോ, ഒന്നിന്റെ സൈസൊക്കെ നോക്ക്. മുന്നേ ഒക്കെ ചക്കക്കുരുവിന്റെ ഈ ബ്രൗൺ കളറ് ആ സ്കിന്നും കൂടി കളയല്ലോ. അപ്പോൾ ചെറിയ ചക്കക്കുരു ഒക്കെയാണ് ദേഷ്യം പിടിക്കും കേട്ടോ. ഇത് ഈ ചക്കക്കുരു ഒന്നാകെ എടുത്ത് കളയേ രക്ഷയുള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരു പഴുത്ത ചക്ക കിട്ടിയതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ കുരു. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കേ. ഇത്ര ആക്കിയാൽ തന്നെ കുറേ ഉണ്ടാവും കേട്ടോ. ഇതവിടെ നിന്നോട്ടെ, നമുക്ക് വേറൊരു കറിയിലിടാം. ഇതിനി നേരിയതായിട്ട് എത്ര നേരിയതാക്കാൻ പറ്റുമോ അത്രയും നേരിയതാക്കുന്നതാണ് നല്ലത്. ഞാൻ ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടാണ് ആക്കിയത്. അതിൻ്റേതായ ഒരു വ്യത്യാസം നമ്മളുടെ ഫ്രൈയിൽ കാണാനുമുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ പരമാവധി നേരിയതാക്കുക, നീളത്തിൽ തന്നെ ആക്കണേ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാണ്ട്. ആദ്യം അങ്ങനെ ഓർഡർ ഒന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഇനി നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും മസാലപ്പൊടി, മസാലകൾ ഉണ്ടാവും, വെജിറ്റബിൾ മസാല, ചിക്കൻ മസാല, ചിക്കൻ 65 എന്ന് പറഞ്ഞിട്ടൊരു മസാല വാങ്ങാൻ കിട്ടുമേ. അതാണെങ്കിൽ വളരെ നല്ലത്. അതിട്ടു. പിന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയാട്ടോ ഇട്ടത്. അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിടാൻ മറന്നു പോയിണ്ടേ. എപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല, ഇടണമെന്നേ ഉള്ളൂ. ഉപ്പ് ലേശം കുറച്ചിട്ടിട്ടാൽ മതി കേട്ടോ. നമ്മൾ വറുത്ത് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോവും. ഇത് നിർബന്ധമായിട്ടും മറക്കാൻ പാടില്ല, കായത്തിൻ്റെ പൊടിയാണേ. പിന്നെ നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം. അതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇളക്കി റെഡിയാക്കണേ. കൈയൊക്കെ ചിലപ്പോൾ എരിയും കേട്ടോ. മുളക് പൊടി കുറച്ച് എരിവുള്ളതാണ്, അതുകൊണ്ട്. ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊരു എല്ലാം ഒന്നും ഇങ്ങനെ യോജിക്കുന്നില്ല എന്ന് തോന്നിയാൽ ലേശം വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതിയേ. ഇത് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ചില സമയം അതിൽ നിന്നൊരു വെള്ളപ്പറ്റി വരാനുണ്ട്, ഉപ്പിൻ്റെയൊക്കെ. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ഇപ്പം ഇതിനാവശ്യമുണ്ട് തോന്നുന്നു. ഒരു തുള്ളി കുറച്ച് കയ്യിലാക്കിയിട്ട് ഇതൊന്ന് പെരക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കേ. ഇപ്പോൾ ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ. പച്ചവെള്ളം തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഇതൊക്കെ നന്നായിട്ട് കുഴച്ചിട്ട്, പൊട്ടിയൊന്നും പോവില്ല കേട്ടോ, അതുകൊണ്ട് കുഴയ്ക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ഒരു 15-20 മിനിറ്റോളം അവിടെ വെക്കാം കേട്ടോ. പിന്നെയില്ലേ, ഇത് ഇപ്പം വെള്ളമാക്കാതിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഉപ്പിൻ്റെ ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളമൊന്നും വന്നില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളമാക്കിയിട്ട് എടുക്കാം കേട്ടോ. ആദ്യമേ കുറേ വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതിവിടെ പൊത്തി വെക്കാം. അപ്പം തന്നെ എടുത്തിട്ട് വറക്കരുതേ, അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. എന്തായാലും പൊത്തി വെക്കണം കേട്ടോ. കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് എന്തായാലും പൊത്തി വെക്കണേ. പൊത്തി വെച്ചത് എടുത്ത് നോക്കി 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ച അത്ര വെള്ളമൊന്നും, ഒരു വെള്ളപ്പറ്റി വരാനുണ്ടായിരുന്നു, അതൊന്നും വന്നില്ല. എന്തായാലും ആദ്യം നമുക്ക് കൈയൊക്കെ കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെയും വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമാക്കിയിട്ടും വറുത്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് വറുത്ത് കാണിച്ചു തരേ. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമായിരുന്നു. ഒരാൾ പറഞ്ഞു തന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നേ. ഈ വർഷം ഇപ്പോൾ അത് ചക്കക്കുരു കിട്ടിയപ്പോൾ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കിയേ. ഇപ്പം കണ്ടില്ലേ, ചക്കക്കുരുവിൽ ആ മസാലയൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ ചക്കക്കുരുവിന് ഫ്ലേവർ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് ഒരു 5 മിനിറ്റോളം ആവുകയെ അതാവാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ടേ. ഇത് കറുമുറു ആയിട്ടും എടുക്കാം, കുറച്ച് വെന്ത പോലെ ആയിട്ടും എടുക്കാം. കറുമുറു ആയി എടുക്കുമ്പോൾ പല്ല് വേദനയാവും കേട്ടോ. അത്ര കറുമുറു ആക്കണ്ട. ചോറിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു സോഫ്റ്റ് ആവുന്ന പാകമില്ലേ, അതിലെടുക്കുന്നതാണേ നല്ലത്. ഇനി നിങ്ങൾക്ക് നല്ല കറുമുറുവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് അങ്ങനെ എടുത്തോ. പക്ഷെ പല്ല് വേദനയാവുമേ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഉള്ളു വെന്തിട്ടുണ്ടാവും, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തത്. ഇതിൻ്റെ സ്ലൈസിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചും കൂടി മൊരിഞ്ഞ് കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏകദേശം കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരേ വലുപ്പത്തിലാക്കുക. ഇതിൽ നിന്ന് നല്ല ചൂടാട്ടോ.
പക്ഷെ നമ്മൾ കഴിച്ചു പോവേ. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. എന്ത് ടേസ്റ്റാണെന്ന് അറിയില്ല, ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റാണ്. ചായക്കൊക്കെ കൂട്ടാൻ വരെ നല്ല ടേസ്റ്റാട്ടോ. ചോറിന് കൂട്ടാം, ചായക്കും വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഇത് കണ്ടില്ലേ, ആ വെള്ളം ആക്കിയതാണ് ഇത്. കുറച്ചൊരു വെള്ളപ്പറ്റോട് കൂടിയിട്ട് നമ്മൾ രണ്ടാമത് ഇട്ടില്ലേ, അതാണിത്. ഇതിൻ്റെ ഈ മസാല മൊരിമൊരി ഇല്ലേ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് തീ ചെറുതാക്കി വെക്കുക. എന്നിട്ട് ഏകദേശം വാങ്ങാനായി എന്ന് തോന്നുമ്പോൾ നല്ല ചൂടിലാക്കി വെക്കുക. എന്നിട്ട് കോരിയെടുക്കുക. അപ്പം എണ്ണ കുടിക്കൂല കേട്ടോ. ഈ എണ്ണ എന്തായാലും ഇനി വേറെ ഒന്നിനും അല്ലെങ്കിലും എടുക്കാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കളർ കണ്ടില്ലേ. ഞാൻ എല്ലാ സാധനങ്ങളും വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന ആളാണേ. തികഞ്ഞില്ലെങ്കിലും ബാക്കിയാവരുത് എന്നുള്ളതാണ് എൻ്റെ പോളിസി. എന്തായാലും ഇപ്രാവശ്യം കുറേ ചക്കക്കുരു ഉണ്ടാവൂലേ, ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ചാനലിൽ വേറെയും കുറേ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ചക്കക്കുരുവിൻ്റെ തന്നെ വട ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മാങ്ങേൻ്റെ ആണെങ്കിൽ അതും ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കണേ.